പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിലെ സദൃശവാക്യം എന്നറിയപ്പെടുന്ന പുസ്തകം ഏത്? ഉത്തരം: യാക്കോബ് എഴുതിയ ലേഖനം. ക്വസ്റ്റ്യൻ: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് ലേഖനം എഴുതിയത് ആര്? ഉത്തരം: യാക്കോബ്. യാക്കോബ് 1:1. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: യാക്കോബിനെ. യാക്കോബ് 1:1. ക്വസ്റ്റ്യൻ: അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ഏത്? ഉത്തരം: പരീക്ഷകൾ. 1:3. ക്വസ്റ്റ്യൻ: വിശ്വാസത്തിൻ്റെ പരിശോധന ഉളവാക്കുന്നത് എന്ത്? ഉത്തരം: സ്ഥിരത. 1:3. ക്വസ്റ്റ്യൻ: നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് എന്തിന് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകണം? ഉത്തരം: സ്ഥിരതയ്ക്ക്. 1:4. ക്വസ്റ്റ്യൻ: കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരക്ക് സമൻ ആര്? ഉത്തരം: സംശയിക്കുന്നവൻ. 1:6. ക്വസ്റ്റ്യൻ: ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. എങ്ങനെയുള്ള മനുഷ്യൻ? ഉത്തരം: സംശയിക്കുന്നവൻ. 1:7. ക്വസ്റ്റ്യൻ: തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആര്? ഉത്തരം: ഇരുമനസ്സുള്ള മനുഷ്യൻ. 1:8. ക്വസ്റ്റ്യൻ: എളിയ സഹോദരൻ എന്തിലാണ് പ്രശംസിക്കേണ്ടത്? ഉത്തരം: തൻ്റെ ഉയർച്ചയിൽ. 1:9. ക്വസ്റ്റ്യൻ: പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവൻ ആര്? ഉത്തരം: ധനവാൻ. 1:10. ക്വസ്റ്റ്യൻ: ധനവാൻ എന്തിലാണ് പ്രശംസിക്കേണ്ടത്? ഉത്തരം: തൻ്റെ എളിമയിൽ. 1:10. ക്വസ്റ്റ്യൻ: തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നതാര്? ഉത്തരം: ധനവാൻ. 1:11. ക്വസ്റ്റ്യൻ: കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്താണ് വാഗ്ദത്തം ചെയ്തത്? ഉത്തരം: ജീവകിരീടം. 1:12. ക്വസ്റ്റ്യൻ: പരീക്ഷ സഹിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടം ഏത്? ഉത്തരം: ജീവകിരീടം. 1:12. ക്വസ്റ്റ്യൻ: പരീക്ഷിക്കപ്പെടുമ്പോൾ നാം എന്ത് പറയരുത് എന്നാണ് യാക്കോബ് പറയുന്നത്? ഉത്തരം: ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന്. 1:13. ക്വസ്റ്റ്യൻ: ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആരാണ്? ഉത്തരം: ദൈവം. 1:13. ക്വസ്റ്റ്യൻ: ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് എന്തിനാലാണ്? ഉത്തരം: സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ. 1:14. ക്വസ്റ്റ്യൻ: മോഹം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതെന്ത്? ഉത്തരം: പാപം. 1:15. ക്വസ്റ്റ്യൻ: പാപം മുഴുത്തിട്ട് പെറുന്നതെന്തിനെയാണ്? ഉത്തരം: മരണത്തെ. 1:15. ക്വസ്റ്റ്യൻ: മരണത്തിൻ്റെ വലിയമ്മ മുത്തശ്ശി. ഉത്തരം: മോഹം. 1:15. ക്വസ്റ്റ്യൻ: എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്.
എന്ന് പറഞ്ഞതാര് ആരോട്? ഉത്തരം യാക്കോബ് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളോടും. 1:16. ക്വസ്റ്റ്യൻ: ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തെല്ലാമാണ്? ഉത്തരം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും. 1:17. ക്വസ്റ്റ്യൻ: അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ആർക്ക്? ഉത്തരം വെളിച്ചങ്ങളുടെ പിതാവിന്. 1:17. ക്വസ്റ്റ്യൻ: ഏതു മനുഷ്യനും എങ്ങനെയുള്ളവൻ ആയിരിക്കണമെന്നാണ് യാക്കോബ് പറയുന്നത്? ഉത്തരം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ. 1:19. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കാത്തത് എന്ത്? ഉത്തരം മനുഷ്യൻ്റെ കോപം. 1:20. ക്വസ്റ്റ്യൻ: എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നാം സൗമ്യതയോടെ കൈക്കൊള്ളേണ്ടത് എന്താണ്? ഉത്തരം ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. 1:21. ക്വസ്റ്റ്യൻ: തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നതാരെ? ഉത്തരം വചനം കേട്ടിട്ട് ചെയ്യാത്തവനെ. 1:23. ക്വസ്റ്റ്യൻ: ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ എന്തിനെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. ഉത്തരം തൻ്റെ ഹൃദയത്തെ. 1:26. ക്വസ്റ്റ്യൻ: ഒരു അവയവത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റൊരു അവയവം വഞ്ചിക്കപ്പെടും. നിയന്ത്രിക്കേണ്ട അവയവം ഏത്? വഞ്ചിക്കപ്പെടുന്ന അവയവം ഏത്? ഉത്തരം നിയന്ത്രിക്കേണ്ട അവയവം നാവ്, വഞ്ചിക്കപ്പെടുന്ന അവയവം ഹൃദയം. 1:26. ക്വസ്റ്റ്യൻ: പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി എന്താണെന്നാണ് യാക്കോബ് പറയുന്നത്? ഉത്തരം അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും. 1:27. ക്വസ്റ്റ്യൻ: തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എന്ത് കാണിക്കുവാൻ പാടില്ല? ഉത്തരം മുഖപക്ഷം. 2:1. ക്വസ്റ്റ്യൻ: ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കിയത് ആരെ? ഉത്തരം ലോകത്തിൽ ദരിദ്രരായവരെ. 2:5. ക്വസ്റ്റ്യൻ: ഏത് തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന് എന്നാണ് യാക്കോബ് എഴുതിയത്? ഉത്തരം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 2:8. ക്വസ്റ്റ്യൻ: കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പഴയ നിയമത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം ലേവ്യാപുസ്തകം 19:18. ക്വസ്റ്റ്യൻ: മുഖപക്ഷം കാണിച്ചാൽ എന്ത് ചെയ്യുന്നു? ഉത്തരം പാപം. 2:9. ക്വസ്റ്റ്യൻ: നാം ലംഘനക്കാർ എന്ന് എന്തിനാലാണ് തെളിയുന്നത്? ഉത്തരം ന്യായപ്രമാണത്താൽ. 2:9. ക്വസ്റ്റ്യൻ: ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ എന്തിന് കുറ്റക്കാരനായി തീർന്നു? ഉത്തരം സകലത്തിനും. 2:10. ക്വസ്റ്റ്യൻ: കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത എന്തുണ്ടാകും?
ഉത്തരം ന്യായവിധി 2:13. ക്വസ്റ്റ്യൻ ന്യായവിധിയുടെ മേൽ വിജയം വരിപ്പാൻ കഴിയുന്നത് എന്താണ്? ഉത്തരം കരുണ 2:13. ക്വസ്റ്റ്യൻ വിശ്വാസം എന്തില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു? ഉത്തരം പ്രവൃത്തികളില്ലാത്തതായാൽ 2:17. ക്വസ്റ്റ്യൻ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതാര്? ഉത്തരം പിശാച് 2:19. ക്വസ്റ്റ്യൻ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടവരായി യാക്കോബ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 2 പേർ ആരെല്ലാം? ഉത്തരം അബ്രഹാം, രാഹാബ് 2:21 മുതൽ 25 വരെ. ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചത് ആര്? ഉത്തരം അബ്രഹാം 2:23. ക്വസ്റ്റ്യൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം യാക്കോബ് 2:26. ക്വസ്റ്റ്യൻ എന്തില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നു? ഉത്തരം ആത്മാവില്ലാത്ത ശരീരം 2:26. ക്വസ്റ്റ്യൻ അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ആരാകരുത്? ഉത്തരം ഉപദേഷ്ടാക്കന്മാർ 3:1. ക്വസ്റ്റ്യൻ നാവ് ചെറിയ അവയവം എങ്കിലും വളരെ ഡാഷ് പറയുന്നു? ഉത്തരം വമ്പു പറയുന്നു 3:5. ക്വസ്റ്റ്യൻ നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുന്നതെന്ത്? ഉത്തരം നാവ് 3:6. ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ജീവനുള്ള ചലിക്കുന്ന എല്ലാറ്റിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ഏത്? ഉത്തരം മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയുമിരിക്കുന്നു. യാക്കോബ് 3:7. ക്വസ്റ്റ്യൻ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ലാത്തത് എന്തിനെ? ഉത്തരം നാവിനെ 3:8. ക്വസ്റ്റ്യൻ ജ്ഞാനലക്ഷണമെന്ത്? ഉത്തരം സൗമ്യത 3:13. ക്വസ്റ്റ്യൻ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുന്നതാര്? ഉത്തരം സമാധാനം ഉണ്ടാക്കുന്നവർ 3:18. ക്വസ്റ്റ്യൻ ലോകസ്നേഹം ആരോട് ശത്രുത്വം ആകുന്നു? ഉത്തരം ദൈവത്തോട് 4:4. ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ആരുടെ ശത്രുവായി തീരുന്നു? ഉത്തരം ദൈവത്തിൻ്റെ 4:4. ക്വസ്റ്റ്യൻ ദൈവം എതിർത്ത് നിൽക്കുന്നത് ആരോട്? ഉത്തരം നിഗളികളോട് 4:6. ക്വസ്റ്റ്യൻ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയെല്ലാമാണ്? ഉത്തരം സദൃശവാക്യങ്ങൾ 3:34, 1 പത്രോസ് 5:5, യാക്കോബ് 4:6. ക്വസ്റ്റ്യൻ നാം കീഴടങ്ങേണ്ടതാർക്കാണ്? ഉത്തരം ദൈവത്തിന് 4:7. ക്വസ്റ്റ്യൻ എതിർത്തു നിന്നാൽ നമ്മെ വിട്ട് ഓടിപ്പോകുന്നതാരാണ്? ഉത്തരം പിശാച് 4:7. ക്വസ്റ്റ്യൻ നാം അടുത്ത് ചെന്നാൽ നമ്മോട് അടുത്ത് വരുന്നതാര്?
ഉത്തരം ദൈവം. 4:8. ക്വസ്റ്റ്യൻ: കൈകളെ വെടിപ്പാക്കേണ്ടതാര്? ഉത്തരം പാപികൾ. 4:8. ക്വസ്റ്റ്യൻ: ഹൃദയങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് ആര്? ഉത്തരം ഇരുമനസ്സുള്ളവർ. 4:8. ക്വസ്റ്റ്യൻ: ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയേണ്ടവർ ആരാണ്? ഉത്തരം ഇരുമനസ്സുള്ളവർ. 4:8. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. വാക്യം ഏത്? ഉത്തരം യാക്കോബ് 4:10. ക്വസ്റ്റ്യൻ: സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത് എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം യാക്കോബ് 4:1. ക്വസ്റ്റ്യൻ: സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ എന്തിനെയാണ് ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നത്? ഉത്തരം ന്യായപ്രമാണത്തെ. 4:11. ക്വസ്റ്റ്യൻ: കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ എന്ന് ചോദിച്ചതാര്? വാക്യം ഏത്? ഉത്തരം യാക്കോബ് 4:12. ക്വസ്റ്റ്യൻ: അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിക്ക് സമമായിരിക്കുന്നതെന്താണ്? ഉത്തരം ജീവൻ. 4:14. ക്വസ്റ്റ്യൻ: ദോഷം ചെയ്യുന്ന പ്രശംസ ഏത്? ഉത്തരം വമ്പു പറച്ചിൽ. 4:16. ക്വസ്റ്റ്യൻ: ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. ഏത് വക? ഉത്തരം വമ്പു പറഞ്ഞുകൊണ്ടുള്ളത്. 4:16. ക്വസ്റ്റ്യൻ: എന്ത് ചെയ്യുവാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ്. ഉത്തരം നന്മ. 4:17. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ എന്ന് യാക്കോബ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം ധനവാന്മാരോട്. 5:1. ക്വസ്റ്റ്യൻ: ആരുടെ ധനമാണ് ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയത്? ഉത്തരം ധനവാന്മാരുടെ. 5:2. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ ചെവിയിൽ എത്തിയത് ആരുടെ മുറവിളിയാണ്? ഉത്തരം കൊയ്തവരുടെ. 5:4. ക്വസ്റ്റ്യൻ: ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നവർ ആരാണ്? ഉത്തരം ധനവാന്മാർ. 5:5. ക്വസ്റ്റ്യൻ: ധനവാന്മാർ ആരെയാണ് കുറ്റം വിധിച്ചു കൊന്നത്? ഉത്തരം നീതിമാനെ. 5:6. ക്വസ്റ്റ്യൻ: കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം എങ്ങനെയിരിക്കുന്നു? ഉത്തരം ദീർഘക്ഷമയോടെ. 5:7. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നാം ആരെപ്പോലെ എങ്ങനെയിരിക്കണമെന്നാണ് യാക്കോബ് പറയുന്നത്? ഉത്തരം കൃഷിക്കാരനെ പോലെ, ദീർഘക്ഷമയോടെ. 5:7. ക്വസ്റ്റ്യൻ: എന്ത് ചെയ്യാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്? ഉത്തരം വിധിക്കപ്പെടാതിരിപ്പാൻ. 5:9. ക്വസ്റ്റ്യൻ: ആരാണ് വാതിൽക്കൽ നിൽക്കുന്നത്? ഉത്തരം ന്യായാധിപതി. 5:9. ക്വസ്റ്റ്യൻ: കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ച ഒരു ഭക്തൻ? ഉത്തരം യോബ്.
5:11. ക്വസ്റ്റ്യൻ: സഹിഷ്ണുത കാണിച്ചവരെ നാം എന്ത് എന്ന് പുകഴ്ത്തുന്നു? ഉത്തരം: ഭാഗ്യവാന്മാർ. 5:11. ക്വസ്റ്റ്യൻ: മഹാകരുണയും മനസ്സലിവുമുള്ളവൻ ആരാണ്? ഉത്തരം: കർത്താവ്. 5:11. ക്വസ്റ്റ്യൻ: എന്തിനെയൊക്കെ ചൊല്ലി സത്യം ചെയ്യരുതെന്നാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി. 5:12. ക്വസ്റ്റ്യൻ: എന്തിലകപ്പെടാതിരിക്കാനാണ് നാം ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ എന്ന് യാക്കോബ് പറഞ്ഞത്? ഉത്തരം: ശിക്ഷാവിധിയിൽ. 5:12. ക്വസ്റ്റ്യൻ: കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് യാക്കോബ് പറയുന്നത്? ഉത്തരം: പ്രാർത്ഥിക്കട്ടെ. 5:13. ക്വസ്റ്റ്യൻ: സുഖം അനുഭവിക്കുന്നവൻ ചെയ്യേണ്ടതെന്ത്? ഉത്തരം: പാട്ടുപാടട്ടെ. 5:13. ക്വസ്റ്റ്യൻ: അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആര്? ഉത്തരം: സഭയിലെ മൂപ്പന്മാർ ദീനമായി കിടക്കുന്നവനെ. 5:14. ക്വസ്റ്റ്യൻ: വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ആരെയാണ് രക്ഷിക്കുന്നത്? ഉത്തരം: ദീനക്കാരനെ. 5:15. ക്വസ്റ്റ്യൻ: തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്നത് എന്തു വരേണ്ടതിനാണ്? ഉത്തരം: രോഗശാന്തി. 5:16. ക്വസ്റ്റ്യൻ: ആരുടെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്? ഉത്തരം: നീതിമാൻ്റെ. 5:16. ക്വസ്റ്റ്യൻ: മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചവൻ ആര്? ഉത്തരം: ഏലിയാവ്. 5:17. ക്വസ്റ്റ്യൻ: നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: ഏലിയാവ്. 5:17. ക്വസ്റ്റ്യൻ: ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ എത്ര നാൾ ദേശത്ത് മഴ പെയ്യാതിരുന്നു? ഉത്തരം: 3 സംവത്സരവും 6 മാസവും. 5:17. ക്വസ്റ്റ്യൻ: ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം: ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. 5:17. ക്വസ്റ്റ്യൻ: യാക്കോബിൻ്റെ ലേഖനത്തിൽ 2 പേരെ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണവർ? ഉത്തരം: 1 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, 2 സഹിഷ്ണുത കാണിച്ചവർ. 1:12, 5:11. ക്വസ്റ്റ്യൻ: ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ആര്? ഉത്തരം: യേശുവിൻ്റെ സഹോദരൻ യാക്കോബ്. ക്വസ്റ്റ്യൻ: യാക്കോബ് എഴുതിയ ലേഖനത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം: ആദ്യ വാക്ക് ദൈവത്തിൻ്റെയും അവസാന വാക്ക് അറിഞ്ഞുകൊള്ളട്ടെ. ക്വസ്റ്റ്യൻ: യാക്കോബ് എഴുതിയ ലേഖനത്തിലെ ഏറ്റവും വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: വലിയ അധ്യായം 1 27 വാക്യങ്ങൾ, ചെറിയ അധ്യായം 4 17 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യാക്കോബ് എഴുതിയ ലേഖനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 59-ാമത്തെ പുസ്തകം, 5 അധ്യായങ്ങൾ, 108 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.